ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ കല്യാണി അവിടെ നിന്നും അവനെ തട്ടിമാറ്റി, പയസിനെ തട്ടിമാറ്റി ഓടി മറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ശാരി ആ ഇരുട്ടത്ത് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ കല്യാണിയാണ് എന്ന് കരുതി ആ പയസ് ശാരിയുടെ വയറ്റിലേക്ക് കത്തി കയറ്റി ഇറക്കുകയാണ്. അങ്ങനെ ശാരി അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിലവിളിച്ച് വീഴുകയും പയസ് അപ്പം തന്നെ ആ വീടിന് പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ഓടി വന്ന് കല്യാണി മെയിൻ സ്വിച്ച് ഓൺ ആക്കുകയാണ്. അപ്പോൾ കാണുന്ന കാഴ്ച നമ്മുടെ ശാരി ചോരയിൽ കുളിച്ച് വയറും പൊത്തിപ്പിടിച്ച് നിൽക്കുന്ന കാഴ്ചയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ശാരി താഴേക്ക് വീഴുകയും രക്തത്തിൽ കുളിച്ച് അവൾ അങ്ങനെ കിടക്കുകയും ചെയ്യാണ്. ഓടി ചെല്ലുകയാണ് നമ്മുടെ കല്യാണി, ആൻറ്റി ആൻറ്റി എന്ന് ചോദിച്ചുകൊണ്ട്. പക്ഷേ അല്പസമയത്തിനുള്ളിൽ തന്നെ ശാരിയുടെ ബോധം നഷ്ടപ്പെടുകയാണ്. കല്യാണി ആകെ പേടിച്ച് വിറച്ചങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും പെട്ടെന്ന് തന്നെ കിരണിനെ വിവരം അറിയിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ കിരണും രതീഷും കൂടി കാറിൽ പാഞ്ഞു വരികയാണ്. അങ്ങനെ ഒരു കാറിൽ നിന്ന് പുറത്തിറങ്ങി ഓടിച്ചെല്ലുകയാണ്. ബെല്ലടിച്ച് വേഗം കല്യാണി വാതിൽ തുറക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ചോര കുറേ വാർന്നു പോയിട്ടുണ്ട് കിരണേട്ട എന്ന് പറയുകയാണ്. അങ്ങനെ ഓടിച്ചെന്ന് പിടിക്കണ രതീഷെ എന്ന് പറയുകയാണ്. അങ്ങനെ രതീഷും കിരണും കൂടിയിട്ട് നമ്മുടെ ശാരിയെ താങ്ങി പിടിച്ച് അവിടെ നിന്നും കൊണ്ടുപോയി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുകയാണ്. കല്യാണിയോട് പെട്ടെന്ന് തന്നെ വാതിലടച്ച് അവിടെ ഇരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ സരയുവിനെയാണ് കാണിക്കുന്നത്. സരയുവിന് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അവിടെ നടന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ, അവൻ ഇതുവരെയും അറിയിച്ചില്ലല്ലോ. നടന്നെങ്കിൽ നടന്നുവെന്നും ഇല്ലെങ്കിൽ ഇല്ല എന്ന് അവന് മെസ്സേജ് ഇട്ടൂടെ, ഒന്നും അറിഞ്ഞില്ലല്ലോ. അങ്ങോട്ട് വിളിക്കാനും പറ്റില്ല, അത് പ്രശ്നമാണ്. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ടെൻഷൻ അടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അവൾ ലൈറ്റ് ഇടുന്നുണ്ട് റൂമിൽ. അപ്പോൾ ശാരിയല്ല താരയാണെങ്കിൽ വാതിലിൽ വന്ന് മുട്ടുകയാണ്. അപ്പോൾ എന്താ നിങ്ങൾക്ക് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് സരയു. നിങ്ങൾക്ക് ഞാൻ ലൈറ്റ് ഇട്ട് കണ്ടപ്പോൾ എന്താണെന്ന് അറിയണം അല്ലേ? ഞാൻ എന്തായാലും വാതിൽ തുറക്കില്ല എന്ന് സരയു അവിടെ റൂമിലിരുന്ന് തന്നെ പറയുകയാണ്. അങ്ങനെ താര അവിടെയൊന്നും പോകുന്നുണ്ട്. സരയു വീണ്ടും ടെൻഷൻ അടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ അവൾ സോഫയിൽ വന്നിരിക്കുകയാണ്. അപ്പോഴും വിവരങ്ങളൊന്നും അവൾ അറിഞ്ഞിട്ടില്ല. എന്തായി എന്നറിയാത്തതിലുള്ള ടെൻഷനും കാര്യങ്ങളായിട്ട് അവൾ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ താര വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോളെ ചായ എന്ന് പറഞ്ഞ് ചായ കൊടുക്കുകയാണ്. അപ്പോൾ അമ്മയോട് ആരെങ്കിലും ചായ ചോദിച്ചോ? എനിക്ക് ചായ ഒന്നും വേണ്ട, ചായ ഒന്നും കുടിക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലല്ല ഞാൻ എന്നിങ്ങനെ സരയി പറയുന്നുണ്ട്. എന്നാൽ കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. കഴിക്കാനും കുടിക്കാനും പറ്റിയൊരു സാഹചര്യത്തിലല്ല ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്, നിങ്ങൾ അങ്ങോട്ട് മാറി നിന്ന്, എനിക്കൊരു കാര്യം അറിയാത്തതിൽ ടെൻഷനായിട്ട് ഇരിക്കുകയാണ് എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുന്ന സമയം തന്നെ അവിടേക്ക് കിരൺ വരികയാണ്. അപ്പോൾ കിരൺ വരുമ്പോൾ സരയു അതുവരെയും താരയോട് ദേഷ്യപ്പെട്ടിരുന്നത് അങ്ങനെ മാറി നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് കിരൺ പറയുന്നുണ്ട്, സരയു വീട്ടിൽ ഇന്നലെ ഒരു അത്യാഹിതം നടന്നു, ഒരു സംഭവം നടന്നു. ഇന്നലെ നിന്നെ വിളിച്ചറിയിക്കാഞ്ഞത് നിനക്ക് വിഷമമാകുമെന്ന് കരുതിയിട്ടാണ്, അതുകൊണ്ടാണ് നേരിട്ട് വന്നിന്ന് പറയാമെന്ന് വിചാരിച്ചത് എന്ന് പറയുമ്പോൾ സരയുവിൻ്റെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷമാണ് ആ സമയത്ത് കാണുന്നത്. എന്താ കിരണ, എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ താരയും ആകെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കിരൺ പറയുകയാണ്, അത് പിന്നെ ഇന്നലെ പുറത്തു നിന്ന് ആരോ വീട്ടിൻ്റെ അകത്തോട്ട് കയറി, അയാളുടെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നു. കല്യാണിയെയാണ് ലക്ഷ്യം വെച്ചത്, കല്യാണിയെ കൊല്ലാനാണ് ലക്ഷ്യം വെച്ചത്. പക്ഷേ കുത്ത് കിട്ടിയത് ശാരി ആൻറ്റിക്കാണ് എന്ന് പറയുമ്പോൾ സരയു വാ തുറന്നു പോകുന്നുണ്ട്, അയ്യോ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ താരയും. അങ്ങനെ ആ സമയത്ത് സരയു മനസ്സിൽ കരുതിയാണ്, ദുഷ്ടൻ, എൻ്റെ കയ്യിൽ നിന്ന് പൈസ ആയിരുന്നു വാങ്ങിയിട്ട് അവനൊരു കാര്യം ചെയ്യാൻ പറ്റില്ല മര്യാദയ്ക്ക് എന്നും പറഞ്ഞ് അങ്ങനെ മനസ്സിൽ കരുതുകയാണ്. എന്നിട്ട് എന്നിങ്ങനെ അറിയാത്ത പോലെ ചോദിക്കുകയാണ് നമ്മുടെ സരയു. അപ്പോൾ അപ്പം തന്നെ കല്യാണി എന്നെ വിളിച്ചു വരുത്തി. ഞാൻ വരുമ്പോഴേക്കും ഒരുപാട് രക്തം വാർന്നു പോയിരുന്നു, എന്നാലും ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്, ICUലാണ്, എന്നാൽ ആദ്യത്തെ ഒരു ബുദ്ധിമുട്ട് തരണം ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണ്. നീ എന്തായാലും ഡ്രസ്സ് മാറിയിട്ട് വായു, നിന്നെയും കൊണ്ട് പോകാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഹോസ്പിറ്റലിൽ ആരും ഇല്ലല്ലോ, പിന്നെ കല്യാണി അവിടെ തനിച്ചല്ലേ, എനിക്ക് അങ്ങോട്ട് പോകണം വീട്ടിലോട്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് സരയു പറയുന്നുണ്ട്, ശരി കിരണേ, നീ ഇവിടെ നിൽക്ക്, ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാമെന്നും പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ താരയാൻറ്റിയുടെ മുഖത്ത് വല്ലാത്ത വിഷമം. അപ്പോൾ കിരൺ ചോദിക്കുന്നുണ്ട്, എന്താ താരയാൻറ്റിക്ക് പറ്റിയത് ഈയിടെയായിട്ട്? വല്ലാത്ത വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയും, എന്താ പറ്റിയെന്നൊക്കെ വീണ്ടും വീണ്ടും
ചോദിക്കുന്ന സമയത്ത് താരയ്ക്ക് സഹിക്കാൻ പറ്റാതെ താര പൊട്ടിക്കരയുകയാണ്. എന്തിനാ ആൻറ്റി കരയണത്? ആൻറ്റിയുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് സരയു വരികയാണ്, ഡ്രസ്സൊക്കെ മാറിയിട്ട്. സരയു വരുമ്പോൾ സരയു താര വേഗം തന്നെ പേടിച്ചിട്ട് കണ്ണൊക്കെ തുടച്ചങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് കിരൺ ചോദിക്കുന്നുണ്ട്, പോയാലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അമ്മ അങ്ങനെ തന്നെയാണ്, അമ്മ ഈ അടുത്തിടെയായിട്ട് ഇങ്ങനെയൊക്കെയാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ സരയും കിരണും കൂടി അവിടെ നിന്നും പോവുകയാണ്. താരയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ തൻ്റെ ഫോൺ എടുത്തിട്ട് കല്യാണിക്ക് മെസ്സേജ് അയക്കുകയാണ്. അപ്പോൾ കല്യാണിയാണെങ്കിൽ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ മെസ്സേജ് നോക്കുമ്പോൾ മോള് സൂക്ഷിക്കണം എന്ന് താരയുടെ മെസ്സേജാണ്. അപ്പോഴേക്കും കിരൺ കല്യാണിയുടെ അരികിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ എങ്ങനെയുണ്ട് കിരണേട്ടാ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല, രക്തമൊക്കെ ഒരുപാട് വാർന്നു പോയി, ഞാനും രതീഷും കൂടി ഓടി രക്തമൊക്കെ ഒപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, ഇനിയിപ്പോൾ പേടിക്കാനൊന്നുമില്ല, അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണ്. നോക്കിയേ താരയാൻറ്റി എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഫോൺ നമ്മുടെ കിരണിനെ കാണിച്ചു കൊടുക്കുകയാണ് കല്യാണി. അങ്ങനെ അത് വായിച്ചു നോക്കിയിട്ട് പറയുന്നുണ്ട്, എന്താണ് ആൻറ്റിക്ക് പറ്റിയത്? ആൻറ്റി എന്തിനാ ഇപ്പം ഇങ്ങനെ ഒരു മെസ്സേജ് അയക്കാൻ കാരണം? എന്തായാലും ആൻറ്റിക്ക് അറിയാം നിന്നെ കൊല്ലാൻ വേണ്ടി വന്നതാണെന്നുള്ളത്, പിന്നെ ഇതിന് മുമ്പും കുത്തു കിട്ടിയതല്ലേ, അപ്പോൾ അതുകൊണ്ടായിരിക്കുമല്ലേ, പേടിച്ചിട്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് എന്തായാലും താരയാൻറ്റിയുടെ മനസ്സിൽ എന്തൊക്കെയോ വിഷമങ്ങളുണ്ട്. ഇപ്പോൾ ഇങ്ങോട്ടൊന്നും വരാറില്ല, എനിക്ക് ആദ്യത്തെ പ്രാവശ്യം കുത്തി കിട്ടിയപ്പോൾ ഒരു പ്രാവശ്യം കാണാൻ വന്നു, പിന്നെ വരാറേ ഇല്ല. ഇപ്പം മോളെയാണെങ്കിലും കാണാൻ വരാറില്ല, കൺമണി മോളെയാണെങ്കിലും അച്ഛനും അമ്മയും തന്നെ പറയുന്നത്. എന്തായാലും താരയാൻറ്റിയുടെ അരികിലേക്ക് പോയിട്ട് വരാം, എന്താണ് താരയാൻറ്റിക്ക് പറ്റിയതെന്ന് ചോദിച്ചറിയണം എന്ന് പറയുകയാണ്. നീ എന്തായാലും ഇവിടെ ഇരിക്കുക, ഞാൻ പറ്റുമെങ്കിൽ താരയാൻറ്റി എവിടെ കൊണ്ടുവരാം, പിന്നെ വൈകിട്ട് സരയു നിൻ്റെ അരികിലേക്ക് വരും എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ശരി കിരണേട്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കിരൺ അവിടെ നിന്നും പോവുകയാണ്. നേരെ പോകുന്നത് താരയുടെ വീട്ടിലേക്ക് തന്നെയാണ്. താര അപ്പോഴും വിഷമിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കിരണിനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് എന്താ ആൻറ്റിക്ക് എന്താ പറ്റിയത്? ആൻറ്റി കല്യാണിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ, സൂക്ഷിക്കണം മോളെ എന്ന് പറഞ്ഞിട്ട്, എന്താ പറ്റിയത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക ആൻറ്റി എന്ന് പറയുകയാണ്. അപ്പോൾ ഇല്ല, ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. എനിക്കും കല്യാണിക്കും മാത്രമല്ല ഈ സംശയം, എൻ്റെ അച്ഛനും അമ്മയും ഇതടക്ക് പറയുന്നുണ്ട്. ഞങ്ങൾ അറിയുന്നതിന് മുമ്പേ ആൻറ്റിയെ അച്ഛൻ അറിയാവുന്ന കാര്യങ്ങളല്ലേ, അച്ഛനല്ലേ ആൻറ്റിയെ സംരക്ഷിച്ചിരുന്നത്, എന്നിട്ട് ആൻറ്റിയുടെ മകളെ ഒരുപാട് കാലം നഷ്ടപ്പെട്ടതാണ്, ആ ആൻറ്റിക്ക് മകളെ നേടിത്തന്നതൊക്കെ അച്ഛനൊക്കെ തന്നെയല്ലേ. ഇപ്പോൾ ആൻറ്റിക്ക് ഒരു കുഴപ്പമില്ല, മക്കളും ചെറുമകളുമായിട്ട് സുഖമായിട്ട് ജീവിക്കുകയാണ്. ഇടയ്ക്കൊന്ന് അവരെ അരികിലേക്ക് വന്നിട്ട് ഇപ്പോൾ കൺമണി മോളെ കാണാൻ പോലും ആൻറ്റി വരുന്നില്ല. ആൻറ്റിക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് പറയേ, ഞാൻ എന്തായാലും സരയിനോട് ചോദിക്കട്ടെ ആൻറ്റിക്ക് എന്താ വിഷമമെന്ന്. അപ്പോൾ പേടിച്ചിട്ട് നമ്മുടെ താര പറയുന്നുണ്ട്, വേണ്ട വേണ്ട എന്ന് കൈകൊണ്ട് കാണിക്കുകയാണ്. അപ്പോൾ എന്താ അത് പറഞ്ഞപ്പോൾ ആൻറ്റി ഇത്ര പേടിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ചായ എടുക്കാം ഞാൻ എന്ന് താര പറയുമ്പോൾ, വേണ്ട ആൻറ്റി എനിക്ക് ചായ ഒന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഞാൻ പോട്ടെ, എന്നാൽ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ആൻറ്റിക്ക് എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല മോനെ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കിരൺ അവിടെ നിന്നും പോവുകയും ചെയ്യുകയാണ്. കിരൺ പോയതിന് ശേഷം നമ്മുടെ താര അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ഭാഗത്തോടു കൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.